Hello friends, I am Mustafa from FitAct. Welcome to FitAct IT Club. FitAct IT Clubിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് എന്താണെന്ന് നോക്കാം. അതായത് അക്കൗണ്ടിംഗ് റൂൾസിനെ കുറിച്ച് പഠിക്കാം. An account is a device used to record the effect of business transaction. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഫലം അറിയുന്നതിനുള്ള ഒരു ഉപകരണമാണ് അക്കൗണ്ട്. അക്കൗണ്ടുകൾ പലതായി തരംതിരിച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളെ തരംതിരിക്കുന്നതിൽ രണ്ട് അപ്രോച്ചുകൾ അല്ലെങ്കിൽ രണ്ട് രീതികളുണ്ട്. ഒന്ന് മോഡേൺ അപ്രോച്ച്, രണ്ട് ട്രഡീഷണൽ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് ഉപയോഗിച്ച് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്നീ രീതിയിൽ അക്കൗണ്ടുകളെ 5 തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ ട്രഡീഷണൽ അപ്രോച്ചിൽ അക്കൗണ്ടിനെ 3 തരംതിരിച്ചിരിക്കുന്നു. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇങ്ങനെ ഏത് അപ്രോച്ച് ഉപയോഗിച്ചാണോ നാം അക്കൗണ്ടുകളെ ഗ്രൂപ്പാക്കി തരംതിരിക്കുന്നത് അതിനനുസരിച്ചുള്ള റൂൾസ് ആണ് നാം അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ആദ്യം ട്രഡീഷണൽ അപ്രോച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായി പഠിക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണൽ അക്കൗണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വ്യക്തികൾക്കും പണപരമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ് പേഴ്സണൽ അക്കൗണ്ട്. ഉദാഹരണമായി ക്യാപിറ്റൽ, സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബാങ്ക് മുതലായവ. ഇവയെല്ലാം പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ബിസിനസ് തുടങ്ങുന്നവരെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അതായത് മുടക്കുമുതലിനെ നാം ക്യാപിറ്റൽ എന്ന് പറയുന്നു. അത് വ്യക്തികളുടെ പേരിലാണ് നാം എൻ്റർ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് കൊടുക്കാനുള്ള ആളുകളെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. ഇതൊരു വ്യക്തിയോ സ്ഥാപനമോ ആയിരിക്കും. സൺട്രി ഡെപ്റ്റേഴ്സ് എന്നാൽ ബിസിനസ്സിലേക്ക് പണം തരാനുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയാണ്. മറ്റൊന്ന് ബാങ്ക്. ഇതൊരു ഫൈനാൻഷ്യൽ സ്ഥാപനമാണ്. ഇങ്ങനെ ക്യാപിറ്റൽ, സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബാങ്ക് മുതലായവയ്ക്കുള്ളവയാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ ഇതാണ്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അതായത് ഒരു ട്രാൻസാക്ഷനിൽ പേഴ്സണൽ അക്കൗണ്ട് വരികയാണെങ്കിൽ സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക. അതായത് നാം ഒരു ഇടപാട് നടത്തുമ്പോൾ അതിൽ ക്യാപിറ്റൽ, സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബാങ്ക് എന്നീ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉണ്ട് എങ്കിൽ അവർ സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ നാം ഡെബിറ്റ് ചെയ്യും. അവർ നൽകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ആണെങ്കിൽ അവരെ ക്രെഡിറ്റ് ചെയ്യും. അതായത് ട്രാൻസാക്ഷൻ എന്നത് നേരത്തെ നാം പഠിച്ചു. ഒരു വസ്തു കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മുകളിൽ കാണുന്ന പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന വ്യക്തികളുമായോ സ്ഥാപനങ്ങളുമായോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തു സ്വീകരിക്കുന്ന വ്യക്തികളെ നാം ഡെബിറ്റ് ചെയ്യും, അത് നൽകുന്ന വ്യക്തികളെ നാം ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഡെബിറ്റിനെ നാം ബൈ എന്നും ക്രെഡിറ്റിനെ നാം ടു എന്നും സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി നമ്മുടെ ബിസിനസ്സിലേക്ക് പണം തരാനുള്ള ഒരു വ്യക്തി നമുക്ക് ക്യാഷ് തരികയാണെങ്കിൽ ആ വ്യക്തിയെ നാം ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് ക്യാഷ് ലഭിക്കുന്നു, അതിനെ നാം ഡെബിറ്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന വ്യക്തി നമുക്ക് പണം തരികയാണ്. അദ്ദേഹം ഗിവർ ആണ്, നൽകുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് ലഭിക്കുന്നത് പണമാണ്, അതിനെ ഡെബിറ്റ് ചെയ്യും. അതായത് ക്രെഡിറ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്നും ഒരു വ്യക്തിക്ക് ക്യാഷ് നൽകുന്നു എങ്കിൽ ആ വ്യക്തിയെ നാം ഡെബിറ്റ് ചെയ്യും. കാരണം ആ വ്യക്തി പണം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ റൂൾ ഡെബിറ്റ് ദ റിസീവർ എന്നതാണ്. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ബിസിനസ്സിൽ നിന്നും പണം നൽകുമ്പോൾ ആ വ്യക്തിയെ നാം ഡെബിറ്റ് ചെയ്യും. രണ്ടാമത്തെ ഘടകം ക്യാഷാണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ഡെബിറ്റിന് ആനുപാതികവും തുല്യവുമായി നാം ക്രെഡിറ്റ് ചെയ്യണം എന്ന്. അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്ന റൂൾ പേഴ്സണൽ അക്കൗണ്ടിനുള്ള റൂളാണ്. അതായത് വ്യക്തികൾക്കും പണപരമായ സ്ഥാപനങ്ങൾക്കുമുള്ള റൂളാണിത്.
അതുകൊണ്ട് പണമോ മറ്റെന്തെങ്കിലുമോ സ്വീകരിക്കുന്ന വ്യക്തികളെ ഡെബിറ്റ് ചെയ്യും, അത് നൽകുന്ന വ്യക്തികളെ നാം ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരാണോ സ്വീകരിക്കുന്നത് ആ വ്യക്തികളെ ഡെബിറ്റ് ചെയ്യണം. അതായത് സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തികളെ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തികൾ നൽകുന്നവരാണ്, അതുകൊണ്ട് അവരെ ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെ നാം ബൈ, ടു എന്നിവ നൽകി എൻട്രി പോസ്റ്റ് ചെയ്താൽ അതിൽ ആരാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ ആരാണ് നൽകിയത് എന്ന് മനസ്സിലാവും. എന്നാൽ ഇവിടെ എന്താണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് അതിന് ചെറിയ ഡിസ്ക്രിപ്ഷൻ നൽകേണ്ടതുണ്ട്. ഇതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി, ബാങ്കിലേക്ക് പണം നൽകുകയാണെങ്കിൽ ബാങ്ക് ആണല്ലോ പണം സ്വീകരിക്കുന്നത്, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. നാം നൽകുന്നത് ക്യാഷാണ്, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ട്രാൻസാക്ഷൻ ഇതേ രീതിയിലാണ്, ബൈ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ബാങ്കിലേക്ക് നാം പണം നൽകിയതാണ്. അതായത് ബാങ്ക് ബിസിനസ്സിൽ നിന്നും പണം സ്വീകരിച്ചു. ഇതിന് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകണം. ഇതിനെയാണ് നാം നരേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾസ് മനസ്സിലായിട്ടുണ്ട്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. സ്വീകരിക്കുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യുക. ട്രഡീഷണൽ അപ്രോച്ച് ഉപയോഗിച്ച് അക്കൗണ്ടുകളെ 3 തരം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് പേഴ്സണൽ അക്കൗണ്ടാണ്. അതിൻ്റെ റൂൾസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ട്രഡീഷണൽ അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിനുള്ള റൂളാണ് ഇനി പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ അസറ്റ്സ്. എല്ലാ അസറ്റിനുമുള്ളതാണ് റിയൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്നത് വ്യക്തികൾക്കും പണപരമായുള്ള സ്ഥാപനങ്ങൾക്കും ഉള്ളതാണ്. റിയൽ അക്കൗണ്ട് എന്നാൽ എല്ലാ അസറ്റിനുമുള്ള അക്കൗണ്ടാണ്. ക്യാഷ്, ബിൽഡിങ്, മിഷനറി, ലാൻഡ്, ഫർണിച്ചർ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെ റൂൾ ഇതാണ്: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് അസറ്റായിട്ട് സ്ഥാപനത്തിലേക്ക് ബിസിനസ്സിലേക്ക് വല്ലതും വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് വല്ലതും ബിസിനസ്സിൽ നിന്നും പോകുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് ബിസിനസ്സിലേക്ക് എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ. അസറ്റുകൾക്കുള്ളതാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഇപ്പോൾ പറഞ്ഞത്. ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിലേക്ക് ഏതെങ്കിലും ഒരു അസറ്റ് വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യും. ഏതെങ്കിലും അസറ്റ് ബിസിനസ്സിൽ നിന്നും പോകുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഒരു ഉദാഹരണം നോക്കുക. പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ് 25,000. അതായത് 25,000-ന് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇവിടെ ക്യാഷ് കൊടുത്ത് നാം ഫർണിച്ചർ വാങ്ങുകയാണ് ചെയ്തത്. ഇവിടെ ക്യാഷ് എന്നതും ഫർണിച്ചർ എന്നതും അസറ്റാണ്. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുവാനായി ബൈ, ടു എന്നിവ നൽകി. അതിനുശേഷം ഏത് അസറ്റാണോ ബിസിനസ്സിലേക്ക് വരുന്നത് അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഫർണിച്ചറാണ് വരുന്നത്, അതായത് ഫർണിച്ചർ വാങ്ങുകയാണ്. അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരുന്നു, അതിന് പകരമായി ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ലഭിച്ചാൽ അതിലുള്ള 2 ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നാം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഫർണിച്ചറും ക്യാഷുമാണ് ആ 2 ഘടകങ്ങൾ. ഈ 2 ഘടകങ്ങളെയാണ് നാം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നത്. ഇവിടെ ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ്, അതുകൊണ്ട് റൂൾസ് അനുസരിച്ച് ഡെബിറ്റ് ചെയ്യണം. അതായത് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ബൈയിൽ ഫർണിച്ചർ നൽകുന്നു, അതായത് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ്. ഫർണിച്ചറിന് പകരമായി ക്യാഷ് ബിസിനസ്സിൽ നിന്നും പോകുകയാണ്, അതായത് ക്യാഷ് എന്ന അസറ്റ് കുറയുകയാണ്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നതാണ് റൂൾ. അതുകൊണ്ട് ഇതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, അതായത് 2-ൽ നൽകുന്നു. ഇനി അടുത്ത ഒരു ഉദാഹരണം നോക്കാം. സോൾഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 25,000. ഇവിടെയും 2 അസറ്റുകളുണ്ട്, ഫർണിച്ചറും ക്യാഷും. ഇവിടെ നാം ക്യാഷിനായി ഫർണിച്ചർ വിൽക്കുകയാണ്.
അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഫർണിച്ചറാണ്. അതിനു പകരം ബിസിനസ്സിലേക്ക് വരുന്നത് ക്യാഷാണ്. ഫർണിച്ചറും ക്യാഷും അസറ്റുകളാണ്. ഇവിടെ റൂൾ അനുസരിച്ച് ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ വരുന്നത് ക്യാഷാണ്, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചറാണ് പോകുന്നത്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ 3 അക്കൗണ്ടുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ഇത് രണ്ടും നാം ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ആൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകം. അതായത് എല്ലാ എക്സ്പെൻസുകൾക്കും ഇൻകങ്ങൾക്കും ഉള്ളതാണ് നോമിനൽ അക്കൗണ്ട്. ഉദാഹരണമായി റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്. എക്സ്പെൻസ് തിരിച്ചറിയാനുള്ള കോഡുകളാണ് പെയ്ഡ്, ചാർജ്, എക്സ്പെൻസ് തുടങ്ങിയവ. അതായത് റെൻറ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ് തുടങ്ങിയവ. ഇവയെല്ലാം ബിസിനസ്സിന് എക്സ്പെൻസുകളാണ്. അതുപോലെ തന്നെ ചാർജുകളെല്ലാം കമ്പനിക്ക് എക്സ്പെൻസുകളാണ്. ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ് തുടങ്ങിയവയെല്ലാം എക്സ്പെൻസാണ്. ട്രാവലിംഗ് എക്സ്പെൻസ്, അഡ്വർടൈസിംഗ് എക്സ്പെൻസ് തുടങ്ങിയവയും എക്സ്പെൻസുകളാണ്. അടുത്തത് ഇൻകം. ഇൻകത്തെ തിരിച്ചറിയാനുള്ള കോഡാണ് റിസീവ്ഡ്, ഇൻകം തുടങ്ങിയവ. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ ഡെബിറ്റ് ആൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അതായത് എല്ലാ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റ് ചെയ്യണം, എല്ലാ ഇൻകങ്ങളും ഗെയിനുകളും നാം ക്രെഡിറ്റ് ചെയ്യണം. ചിലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ചെയ്യണം, വരുമാനങ്ങളും നേട്ടങ്ങളും ക്രെഡിറ്റ് ചെയ്യണം. ഒരു സ്ഥാപനത്തിനുണ്ടാകുന്ന ചിലവുകളും നഷ്ടങ്ങളും ഡെബിറ്റ് ചെയ്യും, നേട്ടങ്ങളും ലാഭങ്ങളും ക്രെഡിറ്റ് ചെയ്യും. ഉദാഹരണമായി റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് RS 500, 500 രൂപ ക്യാഷായിട്ട് റെൻറ്റ് പേ ചെയ്തു. ഇവിടെ 2 ഘടകങ്ങളാണുള്ളത്, റെൻറ്റ് പെയ്ഡും ക്യാഷും. ഇവിടെ ക്യാഷ് എന്ന ഒരു അസറ്റ് ഉണ്ട്, റെൻറ്റ് പെയ്ഡ് എന്ന ഒരു എക്സ്പെൻസും ഉണ്ട്. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യണമെന്നതാണ് റൂൾ. അതുകൊണ്ട് റെൻറ്റ് പെയ്ഡ് എന്നത് ഡെബിറ്റ് ചെയ്യുന്നു. അടുത്തത് ക്യാഷാണ്, അത് ക്രെഡിറ്റ് ചെയ്യും. ക്യാഷിനെ താഴെ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്തത്, ക്യാഷ് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾസ് അനുസരിച്ച് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നതാണ്. അതായത് അസറ്റ് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ റെൻറ്റ് പെയ്ഡ് എന്ന നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് ഓട്ടോമാറ്റിക്കായി ക്രെഡിറ്റ് ചെയ്തു. റെൻറ്റ് പെയ്ഡ് എന്നത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾസ് അനുസരിച്ച് അത് ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. അക്കൗണ്ടിങ് ശരിയാകണമെങ്കിൽ അതിൽ ഒന്ന് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഡിഫാൾട്ടായി രണ്ടാമത്തേത് ക്രെഡിറ്റ് ചെയ്യും. അടുത്ത ഉദാഹരണം നോക്കാം. റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ്. ഇവിടെ ബൈയും ടൂവും നൽകുന്നു. ഇവിടെ റെൻറ്റ് റിസീവ്ഡ് എന്ന നോമിനൽ അക്കൗണ്ടും ക്യാഷ് എന്ന റിയൽ അക്കൗണ്ടുമാണ് ഉള്ളത്. ഇവിടെ റെൻറ്റ് റിസീവ്ഡ് എന്നത് ഒരു ഇൻകമാണ്, ക്യാഷ് എന്നത് ഒരു അസറ്റാണ്. ഇവിടെ ഇൻകത്തെ ക്രെഡിറ്റ് ചെയ്യണം, അതാണ് റൂൾ. അതുകൊണ്ട് റെൻറ്റ് റിസീവ്ഡ് എന്നത് ക്രെഡിറ്റ് ചെയ്യുന്നു, അതായത് 2 എന്നതിൽ നൽകുന്നു. അടുത്തത് ക്യാഷാണ്, ഇതിനെ ഡെബിറ്റ് ചെയ്യുക, അതായത് ബൈ എന്നതിൽ നൽകുക. ക്യാഷ് എന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നതാണ്. ക്യാഷ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ അക്കൗണ്ടുകൾ പ്രധാനമായും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മോഡേൺ അപ്രോച്ച് പ്രകാരവും ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരവും. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്നീ 3 രീതിയിലാണ് അക്കൗണ്ടുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരിലുള്ള അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവരെ ഡെബിറ്റ് ചെയ്യും, നൽകുന്നവരെ ക്രെഡിറ്റ് ചെയ്യും. രണ്ടാമത്തെ അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. എല്ലാ അസറ്റുകളും റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നു. വിലയുള്ള വസ്തുക്കളാണ് അസറ്റ്സ് എന്ന് പറയുന്നത് എന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്.
ബിസിനസ്സിലേക്ക് വരുന്ന അസറ്റുകൾ ഡെബിറ്റ് ചെയ്യും, ബിസിനസ്സിൽ നിന്നും പോകുന്ന അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. എക്സ്പെൻസുകളും ഇൻകങ്ങളും ലോസുകളും എക്സ്പെൻസ്, ലോസ്, ഇൻകം, പ്രോഫിറ്റ് എന്നിവയെല്ലാം നോമിനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നു. എല്ലാ എക്സ്പെൻസുകളും ലോസുകളും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകങ്ങളും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യും. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.